ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയായി തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയുമാണ് പരിഗണിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയ്ക്കാണ് സാധ്യത. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ അന്തിമ ധാരണയുണ്ടാകും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പ്രായപരിധിയുടെ പേരിൽ ഇപ്പോൾ ഏറെക്കുറെ മാറി നിൽക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തെയാണോ തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നത്? ഇതൊക്കെ സംബന്ധിച്ചൊരു അന്തിമ ധാരണ എപ്പോഴുണ്ടാകും ഷഫീദ്? അത് ഉറപ്പായിട്ടും 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടെടുക്കുക. നേരത്തെ തന്നെ CPI നേതൃയോഗങ്ങളിൽ ഇതും ഒരു ധാരണ, അതിലൊരു നിർദ്ദേശമായി ഉയർന്നു വന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊരു ധാരണ, അത് തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയരുകയും അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. പിന്നാലെ വന്ന സംസ്ഥാന എക്സിക്യൂട്ടീവുകളടക്കം അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നടന്നു. ആലോചനകൾക്കൊടുവിൽ ഇപ്പോൾ ഏറെക്കുറെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും സാധ്യത എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വയനാട് തന്നെയാണ്. അതായത് 4 സീറ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിയിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്താമെന്നുള്ളതായിരുന്നു CPIയുടെ ധാരണ. അതിൽ ഏറ്റവും പ്രധാനമായും കാണുന്ന വയനാടാണ്. വയനാട്ടിൽ ഒരു ദേശീയ ശ്രദ്ധ സ്വാഭാവികമായും പ്രതീക്ഷിക്കും. അത് കാരണം രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാനെത്തെങ്കിൽ സ്വാഭാവികമായും ആ ദേശീയ ശ്രദ്ധ ഉണ്ടാകും. അങ്ങനെ ദേശീയ ശ്രദ്ധയുള്ളിടത്ത് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ താൻ പരീക്ഷിക്കണം എന്നുള്ളതാണ് CPI നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അങ്ങനെയാണ് ആനി രാജയ്ക്ക് വയനാട്ടിൽ സാധ്യത പറയുന്നത്. മാത്രമല്ല കേരളവുമായിട്ടുള്ള അടുപ്പമടക്കമുള്ള കാര്യങ്ങൾ അതിനൊരു വലിയ പരിഗണനയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തും ഏറെക്കുറെ ശശി തരൂർ എന്നുള്ള പേരിലേക്ക് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും കരുത്തനായ പാർട്ടിക്ക് ജനകീയനായ തിരുവനന്തപുരത്തിന് ജനകീയനായ ഒരു മുഖം വേണം. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തുന്നത്. പന്ന്യൻ രവീന്ദ്രനാകുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിലേക്കടക്കം പാർട്ടി പരിപാടികൾക്കടക്കം ഇപ്പോഴും സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ പോസിറ്റീവ് വശം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തുന്നത്. തൃശ്ശൂരിൽ പോകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തൃശ്ശൂരിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. VS സുനിൽകുമാറിനെ കേന്ദ്രീകരിച്ച ചില പ്രചരണങ്ങളടക്കം വന്നിരുന്നു. അതും പാർട്ടിയും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ VS സുനിൽകുമാർ തന്നെ വരുന്നു. അദ്ദേഹത്തിനും അവിടെയുള്ള സ്വീകാര്യത അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട സ്റ്റാർ കാസ്റ്റ് മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ CPI ഇങ്ങനെ ഒരു പട്ടികയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം വയനാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഈ 3 തൃശ്ശൂരിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നേരത്തെ തന്നെ CPI ഉയർന്നൊരു ഒരു അഭിപ്രായമായി അവർ പുറത്തു പറഞ്ഞ കാര്യം വലിയ തരത്തിൽ ഈ കരുവന്നൂർ അടക്കമുള്ള വലിയ വിഷയങ്ങൾ അത് സജീവ ചർച്ചയാകും. BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു സൂപ്പർ കാൻഡിഡേറ്റ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെയും കരുത്തനായ ഒരാൾ, അതല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പാർട്ടിയെ അറിയാവുന്ന, ജനങ്ങളെ അറിയാവുന്ന കരുത്തനായ ഒരാൾ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ പേരിലേക്ക് VS സുനിൽകുമാർ എന്ന പേരിലേക്ക് എത്തുന്നത്. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാർ ആയിരിക്കും ആവുക എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10, 11 തീയതികളിൽ CPIഎമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഏതായാലും ആ നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്തിമ ധാരണ രൂപപ്പെടുമെന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്.